നമസ്കാരം. ജൂൺ 1 മുതൽ രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ പരിഷ്കാരം വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം. അതായത് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കൂടുതൽ പിഴ ചുമത്താനാണ് പുതിയ തീരുമാനം. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർ അടയ്ക്കേണ്ട പിഴത്തുക വർദ്ധിക്കും. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ 1000 രൂപ മുതൽ 2000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ അവരുടെ രക്ഷിതാക്കൾ നിയമ നടപടി നേരിടേണ്ടി വരും. 25,000 രൂപ പിഴയും അടയ്ക്കേണ്ടി വരും. 25 വയസ്സ് തികയുന്നവരെ പിന്നീട് ഇവർക്ക് ലൈസൻസ് കിട്ടില്ല. ലൈസൻസിനായി അപേക്ഷിക്കുന്നവർ പ്രാദേശിക RT ഓഫീസിൽ നിന്ന് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യണം എന്ന നിർബന്ധം ഇനി ഉണ്ടാകില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള അനുമതിയിലും കേന്ദ്ര സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തേക്കും. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് മുതൽ അത് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം. ഓൺലൈനായും RTO ഓഫീസുകളിൽ നേരിട്ടും ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫീസിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി ആധാർ കാർഡ് സംബന്ധിച്ചും ജൂൺ 1 മുതൽ ചില മാറ്റങ്ങളുണ്ട്. 10 വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡുകളിൽ ഇതുവരെയും യാതൊരുവിധ പുതുക്കലും നടത്താത്തവർക്ക് ജൂൺ 14 വരെ ഓൺലൈനായി ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാൻ അവസരമുണ്ട്. തിരിച്ചറിയൽ, മേൽവിലാസ രേഖകൾ myAadhar.uidai.gov.in വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇത് സംബന്ധിച്ചുള്ള വിശദമായൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LPG സിലിണ്ടർ വിലയിലും ജൂൺ 1 മുതൽ മാറ്റങ്ങൾ വരും. എല്ലാ മാസവും 1-ാം തീയതിയാണ് LPG സിലിണ്ടർ വില ക്രമീകരിക്കുന്നത്. ജൂൺ 1-ന് എണ്ണ കമ്പനികൾ പുതിയ ഗ്യാസ് സിലിണ്ടർ വില നിശ്ചയിക്കും. മെയ് മാസത്തിൽ ഈ കമ്പനികൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു. ജൂൺ 1-ന് പെട്രോൾ, ഡീസൽ വിലകളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ ബാങ്കുകളുടെ അവധി 10 ദിവസമായി ക്രമീകരിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും ഞായറാഴ്ച അവധിയും അടക്കമാണിത്. ജൂൺ മാസത്തിൽ 5 ഞായറാഴ്ചകളുണ്ട്. ഈ വാരാന്ത്യ അവധി അടക്കം 8 ദിവസമാണ് കേരളത്തിലെ ബാങ്കുകൾക്ക് അവധി. ബാങ്ക് അവധികളും വാരാന്ത്യങ്ങളും പരിഗണിക്കാതെ ഓൺലൈൻ ബാങ്കിംഗ് സേവനം ഉപയോക്താക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.